സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനും ആയ ഒരു KPCC പ്രസിഡന്റാണ് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയല്ല അദ്ദേഹത്തിന് എല്ലാവരും തോക്കുന്നു വിചാരിച്ചിട്ട് 1 ലക്ഷത്തിന് മേൽ വോട്ടിനാണ് ജയിച്ചത്. ആന്റണി ജയിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ആന്റണി സാറിന്റെ മകനുണ്ടല്ലോ, നിൽക്കാതിരുന്നെങ്കിൽ 1,60,000 വോട്ടിന് തോറ്റാണ്. കാരണം 60,000 വോട്ടിനാണ് ജയിച്ചത്. 3 ലക്ഷം വോട്ടോളം നമ്മുടെ തോമസ് സാർ മേടിച്ചിട്ടുണ്ട്. തോമസ് ഐസക് സാർ 3 ലക്ഷത്തിന് മേൽ. ഇദ്ദേഹത്തിന് കിട്ടിയത് 3,01,000 വോട്ടാണ്. 3,60,000. 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അവിടെ അപ്പോഴും AK ആന്റണിയുടെ മകനുണ്ടല്ലോ 2 ലക്ഷത്തിന് മേൽ വോട്ട് മേടിച്ചിട്ടുണ്ട്. 2,34,400. അപ്പോൾ ആ വോട്ട് നശിച്ച് നോക്കുകയാണെങ്കിൽ 1,60,000 വോട്ടിന് തോറ്റാണ് ഈ ആള് നിൽക്കാതിരുന്നത്. അങ്ങനെ വഴങ്ങണമെന്നുണ്ടെങ്കിൽ ഇതൊരു 3ാമത്തെ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ്സായി മാറുകയല്ലേ. കാരണം മാണി കോൺഗ്രസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ജോസഫ് കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ്. പിന്നെ സഭയ്ക്ക് കീഴടങ്ങി ആന്റണിയെ KPCC പ്രസിഡന്റാക്കും എന്നാണ് കേട്ടത്. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3ാമത്തെ ഒരു കേരള കോൺഗ്രസ് കൂടെ മുടലെടുക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് സത്യം ഒരു മതേതര പാർട്ടിയാണെന്ന് പറയുകയും ബിഷപ്പുമാർ ആന്റണിയുടെ പ്രൊമോട്ട് ചെയ്തിട്ടില്ലെന്ന് അവർ പറയുകയും ചെയ്യുന്നു. പിന്നെ ഇതെന്താണ് ഇതിൻ്റെ കളിയെന്നറിയാൻ പറ്റും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആന്റണി ആരാണ്? ആന്റണി ഇപ്പം 4ാമത്തെ പ്രാവശ്യം നിന്ന് അവിടെ ജയിച്ചു, പത്തനംതിട്ടയിൽ. അദ്ദേഹം നിശ്ചയിച്ച് അദ്ദേഹം ജയിച്ച നിയോജക മണ്ഡലത്തിലേക്ക് എവിടെയെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചിട്ടുണ്ട്? നിയോജക മണ്ഡലത്തിൽ ഒറ്റ ആൾ ജയിച്ചിട്ടില്ല. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറാണല്ല, ഇപ്പൊ ഓപ്പറേഷൻ സുധാകരനും വേണം. അപ്പൊ ഈ ഓപ്പറേഷൻ സുധാകർ ഇപ്പൊ നടത്താനുള്ള കാരണം എന്താണ്? അതിനുള്ള പ്രത്യേക സാഹചര്യം ഇവിടെ ഉണ്ടായി. സുധാകരൻ നിന്ന പാട്ടിലെല്ലാം ഗംഭീരമായി ജയിച്ചു. മാത്രമല്ല അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം വരുന്ന സമയത്തൊരു മാറ്റത്തിന് ശ്രമിച്ചാൽ അതിൻ്റെതായ ദോഷങ്ങളെല്ലാം കോൺഗ്രസ് സംഭവിക്കല്ലേ. സുധാകരൻ എന്തിനു മാറ്റണം? സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനും ആയ ഒരു KPCC പ്രസിഡന്റാണ് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയല്ല അദ്ദേഹത്തിന് എല്ലാവരും തോക്കുന്നു വിചാരിച്ചിട്ട് 1 ലക്ഷത്തിന് മേൽ വോട്ടിനാണ് ജയിച്ചത്. ആന്റണി ജയിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ആന്റണി സാറിന്റെ മകനുണ്ടല്ലോ, നിൽക്കാതിരുന്നെങ്കിൽ 1,60,000 വോട്ടിന് തോറ്റാണ്. കാരണം 60,000 വോട്ടിനാണ് ജയിച്ചത്. 3 ലക്ഷം വോട്ടോളം നമ്മുടെ തോമസ് സാർ മേടിച്ചിട്ടുണ്ട്. തോമസ് ഐസക് സാർ 3 ലക്ഷത്തിന് മേൽ. ഇദ്ദേഹത്തിന് കിട്ടിയത് 3,01,000 വോട്ടാണ്. 3,60,000. 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അവിടെ അപ്പോഴും AK ആന്റണിയുടെ മകനുണ്ടല്ലോ 2 ലക്ഷത്തിന് മേൽ വോട്ട് മേടിച്ചിട്ടുണ്ട്. 2,34,400. അപ്പോൾ ആ വോട്ട് നശിച്ച് നോക്കുകയാണെങ്കിൽ 1,60,000 വോട്ടിന് തോറ്റാണ് ഈ ആള് നിൽക്കാതിരുന്നത്. അതാണ് സത്യം. അദ്ദേഹം ഒരു ജനപ്രിയനല്ല, ജനങ്ങളെ വലിയ സ്വാധീനമുള്ള ആളല്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബ്രദർമാര് നേതൃത്വം വഹിക്കുന്ന സൊസൈറ്റി മുഴുവൻ കൊള്ളയടിച്ച് ആ ജനങ്ങളെ എല്ലാം ചതിച്ച് അത് ആ സൊസൈറ്റി നശിപ്പിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ എല്ലാ കഥകളും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കൂടെ ഉൾപ്പെട്ടതാണ് ആ സൊസൈറ്റി എന്നും. സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. ഇദ്ദേഹം തന്നെ ഇത്തവണ നിന്ന തോറ്റവും എന്ന് കണക്കാക്കി നിൽക്കരുതെന്ന് കരുതലേ നിന്ന ആളാണ്. പിന്നെ AK ആന്റണിയുടെ മകനാണ് പുള്ളിയുടെ ഐശ്വര്യം. AK ആന്റണിയുടെ മകൻ നിന്നതുകൊണ്ട് ജയിച്ചത്, അല്ലെങ്കിൽ 4 നേരെ പൊട്ടിത്തെറിച്ച് പോയാണ്. ആളെ പ്രൊമോട്ട് ചെയ്യാൻ ബിഷപ്പുമാർ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. നമ്മുടെ സോണിയാഗാന്ധിയുടെ മരുമകനാണ് ഇതിന് സ്പോൺസർ എന്നാണ് കേട്ടത്. നേരെ നമുക്ക് ശരിയായിരിക്കറിയില്ല. ബിഷപ്പുമാർ പലരും ഇപ്പോൾ പോപ്പനത്തിന് എടുക്കാനുള്ള തിരക്കിലാണ്.
അതിനിടയ്ക്ക് ഈ പോപ്പനെ തിരഞ്ഞെടുക്കാൻ അവർക്കൊന്നും നേരമില്ലവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കാരും സംബന്ധിച്ചിടത്തോളം അവരാരും ഇതിനകത്ത് ഞങ്ങളാരും ഇന്ന് പിന്തുണ നൽകുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തും ആകട്ടെ, പലരും അവകാശപ്പെട്ട് ഇന്ന് പ്രൊമോട്ട് ചെയ്ത് വരുന്ന പേരും പിന്നെ ഒരു അപ്രസക്തന്റെ പേര് കേട്ടിട്ട് പറയില്ല. മുരളി പറഞ്ഞ പോലെ ഫോട്ടോ കണ്ടാൽ പോലും അറിയാത്ത ഒരാളുടെ പേരാണ് പിന്നെ കേട്ടത്. അത് 2 ക്രിസ്ത്യൻകാരാണ്. അപ്പോൾ ഇതൊരു ജനങ്ങളിൽ കോൺഗ്രസിന്റെ സർവനാശം അടുത്തെന്ന് തോന്നുന്നു. ഇതിപ്പോ സതീശനും സുധാകരനും ഒക്കെ ഒരുപോലെയാണ് ചുമതലയേറ്റത്. സുധാകരൻ മാത്രം മാറണം എന്ന് പറയുന്നതിൽ എന്താണ് അങ്ങനെയല്ല? അതാണ് കാരണം. ഞാൻ പണ്ട് സുധാകരനോട് പറഞ്ഞിട്ടുണ്ട്, സുധാകരോ താൻ KPCC പ്രസിഡന്റായി, താൻ ചതിപ്പെടും. അത് എന്നെ ചതിക്കാൻ ആരോഗ്യം. ഞാൻ പറഞ്ഞു, തെക്കനെയും പാമ്പിനെയും ഒന്നിച്ച് കണ്ടാൽ തല്ലിക്കൊല്ലേണ്ടത് തെക്കനെയാണെന്ന് നിങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. വടക്കന് ഈ തെക്കനായ ഈ നാട്ടുകാർ ഒരിക്കലും വടക്കനായ ജീവനായ തീയനായ തന്നെ വാഴാനുള്ള അനുവദിക്കില്ല. അനുഭവം കൊണ്ട് കണ്ടോന്നു. ആ അനുഭവമല്ലേ ഇപ്പോൾ കണ്ടത്. തെക്കനായ തീയനായ സുധാകരനെ വെട്ടിനിരത്താൻ ഇന്ന് വടക്കനായ തീയനായ സുധാകരൻ വെട്ടിനിരത്താൻ തെക്കനായ ആളുകളെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണ്. അത് പണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ശരിയെന്ന് ഞാൻ തെളിയിക്കുകയാണ്. സുധാകരൻ അന്ന് ഞാൻ പറഞ്ഞു, സുധാകരൻ വിശ്വസിച്ചില്ല. അനുഭവം കണ്ടില്ലേ? എന്തുകൊണ്ട് ഈ പീരീഡ് തീർക്കാനൊരു സമ്മതിക്കാത്ത എന്താ കാരണം? കാർഗെ കെട്ടിപ്പിടിക്കും, ഉമ്മ വെച്ചൊക്കെ വിട്ടതാണെന്നൊക്കെ പറയുന്നു. ഒരു കുഴപ്പമില്ല, നിന്നു. നിങ്ങളൊന്ന് ആലോചിക്കും, കോമൺ സെൻസ് ഉള്ളവർ ആരെങ്കിലും ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുക?